കന്യാസ്ത്രീമാരുടെ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതിൽ കോഴിക്കോട് പ്രതിഷേധം നടക്കുകയാണ്. താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിലാണ് വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ കെ ബി വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, സംസ്ഥാന വ്യാപകമായി പലതരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടവിൽ വെച്ചതിനെതിരെ പ്രതിഷേധ റാലി ബാനർ തൂക്കിക്കൊണ്ടാണ് ഇപ്പോൾ താമരശ്ശേരിയിൽ പ്രതിഷേധം നടക്കുന്നത്. താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ എവിടെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുന്നത്? ആരൊക്കെ ഭാഗമാകുന്നു? അക്ഷയ, ശക്തമായ പ്രതിഷേധം, വ്യാപകമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് അതിരൂപത, താമരശ്ശേരി രൂപത പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രതിഷേധം നടന്നു വരുന്നത്. വൈദികരുണ്ട്, ഒപ്പം തന്നെ കന്യാസ്ത്രീമാരുണ്ട്, എക്യുമെനിക്കൽ അതായത് വിശ്വാസ സമൂഹം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രതിഷേധം നഗരത്തിലൂടെ നടന്നു നീങ്ങുകയാണ്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം. കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചു. ഇന്നലെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ആർക്കും എതിരായിട്ടല്ല, പക്ഷേ ജാമ്യം കിട്ടിയത് ആശ്വാസകരമായ ഒരു വാർത്തയാണെങ്കിലും ഇനിയും അവർക്കെതിരെയുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയായിട്ടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഇത് ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദമുയർത്തൽ തന്നെയാണ്. അപ്പോൾ ഇതൊരു വേദന പ്രകടിപ്പിക്കുന്ന, ആർക്കും എതിരായിട്ടോ ഒരു ഉത്തരവാദിത്വ ബോധമുള്ളവർ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണമെന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയത്. ഇത് കോഴിക്കോട് അവിടെ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും ഒക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നേരായ വേട്ടയാടൽ അത് അവസാനിപ്പിക്കുകയാണ് ആവശ്യം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.